ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പേർഷ്യൻ ക്യാറ്റിനെ കുറിച്ചാണ്. വ്ളോഗും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പേർഷ്യൻ ക്യാറ്റിന് സാധാരണയായിട്ട് വരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഫംഗസ് ബാധക്കുള്ള മരുന്നിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ. ഇപ്പോൾ നമ്മളിന്ന് പറയുന്നത് പേർഷ്യൻ ക്യാറ്റുകൾക്കും മറ്റുള്ള ക്യാറ്റുകൾക്കും ഒക്കെ വരുന്നൊരു രോഗമെന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ജീവിതശൈലി വെച്ച് വരുന്ന ഒരു അസുഖമാണ്. അതായത് ചെള്ള് അങ്ങനത്തെ പോലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നേണ്ട ഈ ചെള്ളിൻ്റെ വേസ്റ്റാണ്. അതായത് ചെള്ള് ഇതിന് ചോര കുടിച്ചിട്ട് വരുന്നതിൻ്റെ വേസ്റ്റുകളാണ് ഈ കറുത്ത തരി പോലെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്നിപ്പോൾ പറയുന്നത്. അപ്പോൾ കുട്ടികൾ അനുകരിക്കരുത്. ഈ മരുന്ന് നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളൊന്നും എടുത്ത് ചെയ്യരുത്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രമേ ഈ മരുന്ന് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ തന്നെ വേണമെങ്കിൽ ഇതിന് പ്രത്യേകതരം ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിട്ട് കഴിഞ്ഞാലും പോകും. പക്ഷേ ഷാമ്പൂവിനേക്കാളും എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് സെലാമിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ പേർഷ്യൻ ക്യാറ്റിൻ്റെ ശരീരത്തിലെ ചെള്ളിനെയൊക്കെ നമ്മൾ കളയാൻ പോകുന്നത്. ഈ ക്യാറ്റുകൾക്ക് ഈ സംഭവം, അതായത് ചെള്ള് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മെയിൽ ക്യാറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ള ക്യാറ്റുകളായിട്ട് ക്രോസ് ചെയ്യാനായിട്ട് മറ്റുള്ള ക്യാറ്റുകളെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് വരാം. അതല്ലെങ്കിൽ വേറെ ക്യാറ്റുകൾ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ചെള്ളിൻ്റെ അസുഖം വരാം. പിന്നെ കൂടാതെ ഇപ്പോൾ തുറന്നിട്ടേക്കുന്ന ക്യാറ്റാണെങ്കിൽ ഇവനിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ വീട്ടിൽ തുറന്നിട്ടേക്കുന്ന ഒരു ക്യാറ്റാണ്. ഇവന് എവിടെ പോയാലും കുഴപ്പമില്ല, ആൾ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തുറന്നിട്ടേക്കലാണ്. അപ്പോൾ ഇവൻ മണ്ണിലൊക്കെ പോയി കിടക്കുമ്പോൾ അങ്ങനെ കയറണതാണ് ഈ ചെള്ള്. അപ്പോൾ പലതിനും ഇപ്പോൾ നമ്മൾ ഈ മരുന്ന് ചെയ്യുകയാണെങ്കിൽ, ഈ സാധനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ 2-3 ക്യാറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ക്യാറ്റുകൾക്കും ഒരേ സമയം തന്നെ ഈ മരുന്ന് ചെയ്യണം. എന്നാലേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവന് ചെയ്യുമ്പോൾ വേറെ ക്യാറ്റുണ്ടെങ്കിൽ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റുള്ള ക്യാറ്റുകളുടെ ശരീരത്തിലേക്ക് ഈ ചെള്ളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം തന്നെ എല്ലാ ക്യാറ്റുകൾക്കും ചെയ്യണം. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാറ്റ് പ്രഗ്നൻ്റ് ആണെങ്കിൽ ഈ സംഭവം ചെയ്യരുത്. പിന്നെ ക്യാറ്റിന് മുല കുടിക്കണ കിറ്റൻസ് ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിലും ഈ മെഡിസിൻ ചെയ്യരുത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ മെഡിസിൻ ചെയ്യുമ്പോൾ ഈ ക്യാറ്റിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന പാത്രങ്ങളോ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളോ വെള്ളത്തിൻ്റെ പാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ സെലാമെക്ടാസിൻ എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് തുറക്കുമ്പോൾ കിട്ടുന്നത് ഇതാണ് സാധനം. ആകെ കുറച്ച് മരുന്നുള്ളൂ കേട്ടോ. ഇതാണ് മരുന്ന്. നമുക്ക് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിത് എവിടെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞുതരാം. കാരണം ഇവിടെ നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാറ്റ് നക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വിഷാംശമുള്ള മരുന്നായതുകൊണ്ട് ഇത് നക്കാത്ത ഭാഗം, അതായത് തലയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇത് നമ്മുടെ 2 ഈ കൈ ഉണ്ടല്ലോ, അതായത് ഈ ക്യാറ്റിൻ്റെ 2 കൈയും കൂടി വരുന്നതിൻ്റെ ഈ ജോയിൻ്റ് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ രോമം മാറ്റിയിട്ട് ഈ സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്കിന്നിലേക്ക് ഇട്ടിട്ട് ചെള്ള് വരണം. നോക്കി, ഈ ചെള്ള് കൂടുതലുണ്ട് കേട്ടോ. ചെള്ള് നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഈ കൈയും വരുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഈ സാധനം, അതായത് ഈ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സ്കിന്നിലേക്ക് ഇട്ട് നമുക്ക് ഇപ്പോൾ അതൊന്നും ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പൊട്ടിച്ച് തിരിച്ചാൽ ഇങ്ങനെ തിരിച്ചിട്ട് കറക്റ്റ് ഈ 2 കൈ വരുന്ന ഭാഗത്ത് തന്നെ ഇടണം കേട്ടോ. അതാണെന്ന് വെച്ചാൽ ക്യാറ്റ് ആ ഭാഗത്ത് ക്യാറ്റിന് നക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 കൈ വരുന്നതിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഇടുന്നത്. എങ്ങനെ ക്യാറ്റ് തിരിഞ്ഞു കഴിഞ്ഞാലും ക്യാറ്റിന് നക്കാൻ പറ്റാത്തൊരു ഭാഗമാണത്. അപ്പോൾ ഇതിലുള്ളത് മൊത്തം നമുക്ക് ഏതായാലും ഇട്ടേക്കാം. ഇതിപ്പോൾ സ്കിന്നിലേക്ക് നേരിട്ട് ചെല്ലും. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രോമത്തിൽ കുറച്ചാകുന്നുണ്ട്. രോമത്തിൽ ഇപ്പോൾ ആയാലും വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കഴുകി കളയണം. പിന്നെ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കളയണം കേട്ടോ, ഇവിടെയും ഇടരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തല തുടങ്ങി വാല് വരെയുള്ള ചെള്ളുകൾ എങ്ങനെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇവിടെ മാത്രം ഈ മരുന്ന് ഇട്ടാൽ മതി, ഇതിൻ്റെ ശരീരം മൊത്തമായിട്ട് എത്തും. അതായത് ഈ സ്കിന്നിൻ്റെ അടിയിൽ കൂടി ഉള്ള ചെറിയ രക്തക്കുഴലുകൾ വഴി ഇതിൻ്റെ ശരീരം മൊത്തമായിട്ടിത് വ്യാപിക്കും.
അപ്പോൾ ഈ സ്കിന്നിൻ്റെ പുറമേയുള്ള ചെള്ളുകൾ ചത്തുപോകും. അങ്ങനെയാണ് ഈ സംഭവം ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ സംഭവം എഫക്റ്റീവായിട്ട് ഈ ചെള്ളുകളൊക്കെ മൊത്തം പോകും. അപ്പോൾ എന്തായാലും ഈ സാധനം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവം പക്കയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ വിടുകയും ചെയ്യാം. കാരണം ഇത് പിന്നെ അങ്ങാട് ഇങ്ങോട്ട് ഒഴുകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നക്കാനുള്ള ചാൻസ് ഒക്കെ കിട്ടണം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾ ദയവായി ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ മരുന്നിൻ്റെ പേര് ഇതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു ചെറിയ ക്യാറ്റുകൾക്കൊന്നും ഈ മരുന്ന് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.